നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് വാങ്ങി തമിഴ്നാട് വഴി കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച സ്ത്രീ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ഇടുക്കിയെ അടുത്തറിയാൻ, ഇടുക്കിയിലെ എഴുത്തുകാരെ അടുത്തറിയുവാൻ ഇടുക്കി ഷെൽഫ് എന്ന പേരിൽ പുസ്തകശേഖരം കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്. കാണികളെ ആവേശത്തിലേറ്റി വടംവലി മാമാങ്കം ഉപ്പുതറയിൽ നടന്നു. 35 ടീമുകൾ മത്സരിച്ച മാമാങ്കത്തിൽ ആഹാ ഇടപ്പാൾ കിരീടം ചൂടി. വിശദമായ വാർത്തകളിലേക്ക്. ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് വാങ്ങി തമിഴ്നാട് വഴി കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച സ്ത്രീ ഉൾപ്പെടെ 3 പേർ കുമളിക്ക് സമീപം ലോവർ ക്യാമ്പിൽ പിടിയിലായി. 35 കിലോ കഞ്ചാവും ആഡംബര കാറും ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. തമിഴ്നാട് കേരള അതിർത്തിയായ കുമളിക്ക് സമീപം തേനി ജില്ലയിലെ ലോവർ ക്യാമ്പ് ചെക്ക് പോസ്റ്റിലാണ് സംഭവം. കഞ്ചാവ് കടത്തുന്നതായി ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് കുമളി ലോവർ ക്യാമ്പ് സർക്കിൾ ഇൻസ്പെക്ടർ സൂര്യ തിലങ്കറാണിയുടെ നേതൃത്വത്തിൽ പോലീസ് ശക്തമായ വാഹന പരിശോധന നടത്തിവരികയായിരുന്നു. കമ്പം കുമളി മെയിൻ റോഡിലൂടെ എത്തിയ ഒരു ആഡംബര കാർ സംശയാസ്പദമായി തോന്നിയതിനെ തുടർന്ന് പോലീസ് വാഹനം നിർത്തി പരിശോധന നടത്തി. വാഹനത്തിലുണ്ടായിരുന്നവർ പരസ്പരം വിരുദ്ധമായ മറുപടി നൽകിയതിനെ തുടർന്ന് നടത്തിയ വിശദ പരിശോധനയിൽ 35 കിലോ കഞ്ചാവ് കണ്ടെത്തി. മധുരൈ കാമരാജർപുരം സ്വദേശികളായ മുനിയാസാമി, ബാലസുബ്രഹ്മണ്യൻ, സെൽവി എന്നിവരാണ് അറസ്റ്റിലായത്. ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് വാങ്ങി കേരളത്തിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത്. കടത്തിനുപയോഗിച്ച ആഡംബര കാർ, 4 മൊബൈൽ ഫോണുകൾ, 1,18,000 രൂപ പണം എന്നിവയും പോലീസ് പിടിച്ചെടുത്തു. പ്രതികളെ കുമളി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കഞ്ചാവ് കടത്തൽ തടയാൻ പോലീസ് ശക്തമായ പരിശോധന തുടരുന്നുവെങ്കിലും അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് കടത്ത് ശ്രമങ്ങൾ തുടരുന്നതായി പോലീസ് അറിയിച്ചു. സിറ്റി വിഷൻ, കുമളി. ഇടുക്കിയെ അടുത്തറിയാൻ, ഇടുക്കിയിലെ എഴുത്തുകാരെ അടുത്തറിയുവാൻ ഇടുക്കി ഷെൽഫ് എന്ന പേരിൽ പുസ്തകശേഖരം ഒരുക്കിയിരിക്കുകയാണ് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്. ഇടുക്കിയിലെ 70ഓളം എഴുത്തുകാരുടെ 100ലധികം പുസ്തകങ്ങളാണ് ഈ പുസ്തകശേഖരത്തിൽ ഉള്ളത്. ഭൂമിശാസ്ത്രപരമായി വലിയ ജില്ലകളിലൊന്നാണ് ഇടുക്കി. ഒപ്പം സംസ്ഥാനത്തെ കുടിയേറ്റ കർഷകർക്ക് പ്രിയപ്പെട്ട മണ്ണായി മാറിയ ഇടുക്കിയിൽ ഇന്ന് 100 കണക്കിന് എഴുത്തുകാരാണുള്ളത്. പക്ഷേ പുതുതലമുറയിൽപ്പെട്ട ഭൂരിഭാഗം ആളുകൾക്കും ഈ എഴുത്തുകാരെക്കുറിച്ച് യാതൊരുവിധ ധാരണയുമില്ല. ഇതിന് ഒരു മാറ്റം കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് കല്ലാർ സ്കൂൾ. സ്കൂളിലെ ഒരു ക്ലാസ് റൂമിൽ ഒരുക്കിയിട്ടുള്ള പുസ്തകശേഖരത്തിൽ എഴുത്തുകാരെക്കുറിച്ചുള്ള വിവരണവും അവരുടെ പുസ്തകവും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടവേളകളിൽ കുട്ടികൾ ഇടുക്കിയെ അടുത്തറിയുകയാണ് ഈ പുസ്തകശേഖരത്തിന് നടുവിൽ. കഴിഞ്ഞ ദിവസം സ്കൂളിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയ ഉടുമ്പൻചോല MLA 10ഓളം പുസ്തകങ്ങൾ ഈ ശേഖരത്തിലേക്ക് നൽകുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം പുസ്തകശേഖരം നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തു. ഇത്രയധികം എഴുതുകാർ ഇടുക്കിയിലുണ്ടെന്ന് കുട്ടികൾ തന്നെ അറിയുന്നത് ഈ ശേഖരം സ്കൂളിലെത്തിയപ്പോഴാണ്. എന്താണെങ്കിലും ഈ പ്രവൃത്തി തുടരുവാൻ തന്നെയാണ് NSS യൂണിറ്റിന്റെ ലക്ഷ്യം. 70 വർഷമായിട്ട് ഞങ്ങൾ ചെയ്തൊരു വലിയ മഹത്തായ കാര്യമായിട്ട് തന്നെ കാണുന്നു. ഇടുക്കിയിൽ ഇത്രയും എഴുത്തുകാരുണ്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഇത്രയും ബുക്ക് കളക്ട് ചെയ്തതിന് വളരെ സന്തോഷം. NSS വോളണ്ടിയർമാരായ മാധവ്, ആഷ്ന, ആദിത്യൻ, ശബരിനാഥ്, ഇന്ദുനന്ദന, ആദർശ്, പ്രോഗ്രാം ഓഫീസർ ജൂഡിസ് S എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കാണികളെ ആവേശത്തിലേറ്റി വടംവലി മാമാങ്കം ഉപ്പുതറയിൽ നടന്നു. 35 ടീമുകൾ മത്സരിച്ച മാമാങ്കത്തിൽ ആഹാ ഇടപ്പാൾ കിരീടം ചൂടി. ഉപ്പുതറ ഫീനിക്സ് ക്ലബ്ബാണ് മത്സരം സംഘടിപ്പിച്ചത്. ഉപ്പുതറ SHO ഫൈസൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറയുടെ കായിക ചരിത്രത്തിൽ ശക്തമായി മാറിയ വടംവലി മത്സരം ആവേശകരമായി മാറി. കഴിഞ്ഞ വർഷം നേടിയ മികച്ച പിന്തുണയുടെയും വിജയത്തിന്റെയും തുടർച്ചയിൽ
മുരിക്കുംതൊട്ടി സെന്റ് മരിയ ഗൊരേത്തി UP സ്കൂളിൽ 50 വർഷത്തെ വിദ്യാഭ്യാസ സേവനത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ദീർഘകാല സേവനത്തിന് ശേഷം വിരമിക്കുന്ന സോഫിയ ടീച്ചറിനുള്ള യാത്രയയപ്പും വിപുലമായ പരിപാടികളോടെ നടന്നു. വിദ്യാഭ്യാസ രംഗത്ത് 50 വർഷത്തെ സമർപ്പിത സേവനം പിന്നിട്ട മുരിക്കുംതൊട്ടി സെന്റ് മേരിയ ഗൊരേത്തി UP സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് സംഘടിപ്പിച്ചത്. ജൂബിലി സമാപന സമ്മേളനം ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം മനുഷ്യന്റെ സമഗ്ര വികസനത്തിനും സമൂഹത്തിന്റെ മുന്നേറ്റത്തിനും അടിത്തറയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇടുക്കി രൂപതാ മുഖ്യ വികാരി ജനറൽ മോൺ ജോസ് കരിവേലിക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന സമാപന സമ്മേളനത്തിൽ രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകിടിയേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സർവീസിൽ നിന്നും വിരമിക്കുന്ന സോഫിയ ടീച്ചറുടെ ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു. സ്കൂളിന്റെ വളർച്ചയ്ക്ക് നിർണായക പങ്കുവഹിച്ച പൂർവ്വ അധ്യാപകരെയും അനധ്യാപകരെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ദീർഘകാല സേവനത്തിനു ശേഷം വിരമിക്കുന്ന സോഫിയ ടീച്ചറിനുള്ള യാത്രായപ്പ് ചടങ്ങ് വികാരനിർഭരമായ നിമിഷങ്ങളായി. അധ്യാപികയുടെ സേവനസ്മരണകൾ സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും പങ്കുവച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കോയിക്കൽ, ജൂബിലി കമ്മിറ്റി കൺവീനർ ജോസ് ജോസഫ്, രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഈശ്വരൻ, വൈസ് പ്രസിഡന്റ് ഡെയ്സി ജോയ്, ജോഷി വെട്ടിക്കാപ്പിള്ളിൽ, ജിഷ ജോർജ്, അജീഷ് മുകളിൽ, അഞ്ജു ജോഷി, NR ജയൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സോമിനി തോമസ് സ്കൂളിന്റെ 50 വർഷത്തെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ വിശദീകരിച്ചു. ഫ്ലവേഴ്സ് സിംഗർ വേദിയിലെ താരങ്ങളായ കേദാർനാഥ് ബേബിയും കാത്തുകുട്ടിയും അവതരിപ്പിച്ച സംഗീത പരിപാടിയും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. അമ്പത് വർഷങ്ങളുടെ അഭിമാനപൂർവമായ വിദ്യാഭ്യാസ പാരമ്പര്യം ഓർത്തെടുത്തുകൊണ്ട് വരും തലമുറകൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനുള്ള പ്രതിബദ്ധതയോടെയാണ് മുരിക്കുംതൊട്ടി സെന്റ് മേരിയ ഗൊരേത്തി UP സ്കൂൾ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചത്. സിറ്റി വിഷൻ, രാജകുമാരി. കേരള പ്രവാസി സംഘം ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ വാഗമണിൽ നടന്നു. കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി ശ്രീകൃഷ്ണപിള്ള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി തുളസീധരൻ, ജില്ലാ പ്രസിഡന്റ് മീരാൻ പിള്ള, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ മുതലായവർ പങ്കെടുത്തു. ഇടവേള. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസ്സിന് മികച്ച അവസരം. ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. ആ
എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. നാരകക്കാനം ഹിൽവേ റെസിഡൻസ് അസോസിയേഷന്റെ 1ാം വാർഷിക പൊതുയോഗം നടന്നു. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ജിമ്മി പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നത്തെ സാഹചര്യത്തിൽ റെസിഡൻസ് അസോസിയേഷനുകൾ ഒരു പ്രദേശത്തിന്റെ സാമൂഹിക ഐക്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന സംഘടനകളായി മാറിയിരിക്കുകയാണ്. ശുചിത്വ പ്രവർത്തനങ്ങൾ, പൊതുപ്രശ്നങ്ങളിൽ കൂട്ടായ ഇടപെടൽ, സർക്കാർ പദ്ധതികളുടെ പ്രയോജനം സാധാരണ ജനങ്ങളിൽ എത്തിക്കൽ തുടങ്ങിയ മേഖലകളിൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ പങ്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. പ്രദേശവാസികൾ തമ്മിലുള്ള ഐക്യവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനും ഇത്തരം കൂട്ടായ്മകൾ വലിയ വേദിയാകുന്നു എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് കഴിഞ്ഞ വർഷം ഹിൽവേ റെസിഡൻസ് അസോസിയേഷൻ സ്ഥാപിതമായത്. 100ഓളം കുടുംബങ്ങളാണ് ഈ കൂട്ടായ്മയിലുള്ളത്. നാരകക്കാനം സെന്റ് ജോസഫ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ കൂവപ്ലാക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ജിമ്മി ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള അസോസിയേഷനുകളുടെ പ്രാധാന്യം വളരെ വലുതാണ്. അയൽപക്കങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനും അവരുടേതായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനും ഇതുപോലുള്ള അസോസിയേഷനുകൾ മുഖ്യ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നാരകഗാനം സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റ്യൻ മേലേറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. മരിയാപുരം പഞ്ചായത്ത് അംഗങ്ങളായ ഗിരിജ ലാലു, മിനി ജോണി, സൂസമ തോമസ്, വർഗീസ് വെട്ട്യാങ്കൽ, ജോസഫ് പനക്കൽ, ജയൻ കെ ജോൺ, രജി ചിറ്റേട്ട്, ടോമി നടുവിലേടത്ത്, ബെന്നി ആനിക്കാട്ട്, ലാലു വരക്കിൽ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. ഉപ്പുതറയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ പൂർത്തീകരിച്ച ലൈഫ് വീടുകളിൽ സന്ദർശനം നടത്തി. സർക്കാർ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വീടുകളിൽ സന്ദർശനം നടത്തിയത്. കേരള സർക്കാർ ഭവനരഹിതരായ 5 ലക്ഷം പേരുടെ വീട് നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു. വീടുകൾ പൂർത്തിയായവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാണ് വീടുകളിൽ സന്ദർശനം നടത്തുന്നത്. മന്ത്രിമാരടക്കമാണ് വീടുകളിൽ 15-ാം തീയതി സന്ദർശനം നടത്താൻ തീരുമാനിച്ചത്. മധുര പലഹാരങ്ങളുമായാണ് നേതാക്കളും ജനപ്രതിനിധികളും വീടുകളിൽ സന്ദർശനം നടത്തിയത്. ഈ ലൈഫ് വീടുകളിൽ താമസിക്കുന്നവർക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? അവരുടെ വീട്ടിലെ പ്രായം അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ? ആ വീടുകളിൽ 35 വയസ്സ് കഴിഞ്ഞവർക്ക് ആർക്കെങ്കിലും വീട്ടമ്മമാർ അപേക്ഷ കൊടുക്കാൻ ഇനി അവശേഷിക്കുന്നുണ്ടോ? ആ വീടുകളിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കൾ സർക്കാർ പ്രഖ്യാപിച്ച സഹായത്തിന് അർഹതയുള്ള ചെറുപ്പക്കാരികളും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെ കൊണ്ടെല്ലാം അപേക്ഷ കൊടുപ്പിക്കാനും ഈ ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് നേടിക്കൊടുക്കാനും. പിന്നെ ലൈഫ് വീടുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾ കാണും. ചിലയിടത്ത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാകും, ചിലർക്ക് വൈദ്യുതിയുടെ പ്രശ്നം ഉണ്ടാകും. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇതെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ എല്ലാ വീടുകളിലും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കയറിയിറങ്ങുന്ന ദിവസമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ, CPM ഉപ്പുതറ ലോക്കൽ സെക്രട്ടറി K കലേഷ് കുമാർ, ഷിജു ഫിലിപ്പ്, ബ്രാഞ്ച് സെക്രട്ടറി റോബിൻസൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭവന സന്ദർശനം നടത്തിയത്. സിറ്റി വിഷൻ ഉപ്പുതറ. പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ കളർ ഗ്രേഡിംഗ് ടെസ്റ്റ് നടന്നു.
ശാരീരികക്ഷമതയുള്ള മികച്ച തലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ സ്കൂളിൽ ആരംഭിച്ച കരാട്ടെ പരിശീലനത്തിൽ യെല്ലോ മുതൽ ബ്രൗൺ 2 വരെയുള്ള ബെൽറ്റുകൾക്കായി കുട്ടികൾ മാറ്റുരച്ചു. പഴയേരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് കരാട്ടെ അഭ്യസിക്കുന്ന 43 വിദ്യാർത്ഥികളുടെ കളർ ഗ്രേഡിംഗ് ടെസ്റ്റ് നടന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് KS അജൂബ് അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജിത് കുമാർ KK ഉദ്ഘാടനം ചെയ്തു. മുമ്പിലേക്ക് ഒരു അഭിമാനത്തോടെ ഓർക്കുന്ന സംഭവമാണ്. മറ്റു പല ഘടകങ്ങളും ഈ സ്കൂളിനെ സംബന്ധിച്ചുണ്ട്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വളരെ പ്രാധാന്യം കൊടുത്ത് ജില്ലയിൽ തന്നെ വളരെ മികച്ച ഒരു സ്ഥാപനമാണ്. ആ ഒരു കാര്യത്തിൽ വളരെയേറെ അഭിമാനമുണ്ട്. പിന്നെ ഒട്ടേറെ കഠിനാധ്വാനവും പരിശ്രമവും ആത്മസംയമനമൊക്കെ പാലിച്ച് കൃത്യതയോടെ വന്ന് ക്ലാസ്സിൽ വന്ന് വിജയിച്ച് പല ഗ്രേഡുകളിൽ പാസ്സായി പല തലങ്ങളിൽ വിജയിച്ച ഈ ഗ്രൂപ്പിന് വളരെ അഭിനന്ദനം. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജേശ്വരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നിസാർ EA സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മാസ്റ്റർ ബേബി എബ്രഹാം, സ്കൂൾ HM അനിൽകുമാർ CM, ജയ അനിൽകുമാർ, ജിൻസൺ ജോസഫ് എന്നിവർ സംസാരിച്ചു. കരാട്ടെ കോർഡിനേറ്റർ ആൽബി P ബാബു കൃതജ്ഞത അർപ്പിച്ചു. നിരവധി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പരിപാടിയുടെ ഭാഗമായി. സിറ്റി വിഷൻ ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,460 രൂപ, പവന് 1,15,680 രൂപ, വെള്ളി ഗ്രാമിന് 280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് വാങ്ങി തമിഴ്നാട് വഴി കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച സ്ത്രീ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ഇടുക്കിയെ അടുത്തറിയാൻ, ഇടുക്കിയിലെ എഴുത്തുകാരെ അടുത്തറിയുവാൻ ഇടുക്കി ഷെൽഫ് എന്ന പേരിൽ പുസ്തകശേഖരം കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്. കാണികളെ ആവേശത്തിലേറ്റി വടംവലി മാമാങ്കം ഉപ്പുതറയിൽ നടന്നു. 35 ടീമുകൾ മത്സരിച്ച മാമാങ്കത്തിൽ ആഹാ ഇടപ്പാൾ കിരീടം ചൂടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.